ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എൻ്റെ അച്ഛൻ്റെ പണി സ്ഥലത്തെ ബോട്ടിറക്കലാണ് കേട്ടാ. ബാക്കി വിശേഷങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞുതരോട്ടാ. ഹലോ ഗൈസ്, ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ഏറാവ് കട്ടയിലാണ് കേട്ടോ. ഏറാവിൻ്റെ ആശാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ മേസ്രിമാൻ്റെ മോലാലും കൂടി ഏറാവ് ചടങ്ങ് കഴിഞ്ഞിട്ടാണ്. ഇതാണ് ബോട്ടിൻ്റെ മട്ടടിക്കുന്ന ടീംസ്. അവരിപ്പോൾ മട്ടടിച്ച് അവിടെ സെറ്റ് ചെയ്തൊക്കെയാണ്. മട്ടടിച്ച പീസൊക്കെ പെയിൻറ്റിങ് ചെയ്ത് ഫിറ്റിങ്സ് കഴിഞ്ഞ ഒരു ഇതായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏറ്റവും ഷീറ്റാണ് നമ്മൾ ചാരിയാക്കണത്. അപ്പോൾ പകുതി മുക്കാലും ഷീറ്റൊക്കെ ചാരി ഇതേ ചുക്കായ പലകയാണ് പണിയണത്. ഉള്ളപ്പെൻഡർ വെക്കാനുള്ള കമ്പി ബെൻഡടിച്ചെടുക്കുകയാണ് അവർ. ബെൻഡടിച്ച കമ്പി അവർ മുകളിലോട്ട് വലിച്ചു കയറ്റുന്നുണ്ട് നിലയമേ കൂടെ. അതൊന്ന് വാട്ടർ ലെവലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിന് ഒപ്പിച്ചാണ് അവർ ഇനി ആ കമ്പി വെക്കണത്. ആ ചോക്ക് മാർക്കിന് ആ കമ്പി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടിയിൽ നിന്ന് ആശാന അതിൻ്റെ പൊന്താനോ താഴാനുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. 12 ഇഞ്ച് വീതിയുള്ള ചാനലാണ്ട പെൻഡറും പിള്ളേർ പെൻഡറൊക്കെ ചാരണത്. ഇതാണ് നമ്മുടെ മീനൊക്കെ ഇട്ടേക്കുന്ന സ്റ്റോർ റൂം കേട്ടോ. വെൽഡിങ്ങും പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് മരപ്പണിക്കാർ കയറിയിട്ടുണ്ട്. ആംഗ്ലറുമൊക്കെ നിറച്ച് കഷ്ണം പൊട്ടി പല കടിക്കും. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് മരം വെച്ച് പൂട്ടിയിട്ട് സൈഡിൽ പ്ലൈവുഡ് മടിക്കും. ആ പ്ലൈവുഡ് അടിച്ച ശേഷം ആ കാണുന്ന കള്ളിയിലൊക്കെ പഫ് ഒഴിക്കും ഫൈബർ പണിക്കാർ കയറിയിട്ടുണ്ട്. ഫൈബർ പണിക്കാർ കയറി പഫ് ഒഴിച്ചു തുടങ്ങി. പഫ് ഒഴിക്കാനാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ മേളിൽ കൂടെ ഫൈബർ ചെയ്യും. അപ്പം അതിൻ്റെ ടോപ്പിൽ പ്ലൈവുഡ് അടിച്ച് ഫൈബർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീലോസ് പണിക്കാർ വീലോസ് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇഞ്ചിൻ റൂം. ഇഞ്ചിൻ റൂമിൽ പെയിൻറ്റിങ് ഗ്രൈൻഡിങ് ഒക്കെ നടക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫൈബർ ടീം. അവർ മാസ്റ്ററും സുനാമിയൊക്കെ ഫൈബർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഫൈബർ ചെയ്തിട്ടാണ് നമ്മൾ കയറ്റണത്. വെൽഡിങ് ഒക്കെ കഴിഞ്ഞ് ഒരു കൂട്ട് പെയിൻറ്റ് അടിച്ച് മെറ്റൽ പേസ്റ്റൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. അപ്പം നമ്മുടെ ബോട്ടിലേക്കുള്ള ഇഞ്ചൻ വന്നിട്ടുണ്ട്. ഇഞ്ചൻ കയറ്റയാണ്. JCBക്കാണ് നമ്മൾ ഇഞ്ചൻ കയറ്റണത്. ഇഞ്ചിനിറക്കി കേട്ടോ. ഇഞ്ചിനിറക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീലോസാണ്. വീലോസ് പണിക്കാരനും പണിയൊക്കെ തീർന്നിട്ടുണ്ട്. ബോട്ടിൻ്റെ ഫുൾ പണിയും കഴിഞ്ഞ് ബോട്ടിറക്കണ ദിവസമായി ബോട്ടിറക്കലാർ വന്നിട്ടുണ്ട്. മരത്തിൻ്റെ വലിയ വലിയ കട്ടകൾ ബോട്ടിൻ്റെ അടിയിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ബോട്ടിറക്കണത്. ഫുൾ പണിയും കഴിഞ്ഞ് ബോട്ട് അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി. നല്ല മഴയായിരുന്നു ബോട്ട് ഇറക്കുന്ന ദിവസമായിട്ട്. ബോട്ട് വെള്ളത്തിലിറങ്ങിയിട്ടാ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. ബോട്ടിറക്കലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.